കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 തിമത്തിയോസിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: അനുഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാനും എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ നോക്കുമ്പോൾ വലിയ ആദായം തേടിയാണ് ഒരു തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. നാം എവിടെ ആ ഒരു ദൈവഭക്തിയിൽ കൂടെ ആയാലും ദൈവഭക്തിയുടെ നാമം ധരിച്ചുകൊണ്ട് പലവിധമായ ഒരു കബളിപ്പുകൾ നടത്തി അതിൽ നിന്നും ആദായം തേടുന്നവർ ഉണ്ട്. പക്ഷേ ഇവിടെ ദൈവവചനത്തിൽ കൂടെ തിമത്തിയോസിൻ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനുമെന്ന്. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ മതി എന്ന് തോന്നുന്ന ഒരു ദൈവഭക്തി ഒരു വലിയ ആദായമാകുന്നു എന്ന്. താഴോട്ടുള്ള വചനങ്ങളെ നാം വായിക്കുമ്പോൾ ഇഹലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒന്നും കൊണ്ടും വന്നിട്ടില്ല. ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ നമ്മക്കൊണ്ട് ഒന്നും കൊണ്ടുപോകാനും സാധിക്കത്തില്ല എന്ന് കാണുന്നു. അതേപോലെ തന്നെ ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കൊടുങ്ങുമെന്ന് 9-ാമത്തെ വാക്യത്തിൽ നാം ഇവിടെ കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നാം ഈ പറഞ്ഞതുപോലെ അധികമായിട്ട് നാം ആദായം കിട്ടുവാൻ കണക്കാക്കി ഏത് വഴിയും സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നവരായിരിക്കരുത്. ദൈവഭക്തിയോടുകൂടെ ഉള്ള ആദായം മതിയെന്ന് ദൈവഭക്തിയാണ് വലുതായ ആദായം നമ്മുടെ ജീവിതത്തിൽ. ആ ഒരു ദൈവഭക്തിയിൽ ദൈവവചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ വചനത്തിൽ കൂടെ കർത്താവേ, ദൈവഭക്തിയാണ് വലുതായ ആദായമെന്ന് നാം പഠിച്ചു. അതേപോലെ നാം ആദായത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഈ ലോകത്തിൽ ഒരു തലമുറയുടെ പുറകെ നിന്ന് നാം ഓടാതെ കർത്താവേ, ദൈവഭക്തിയിൽ ജീവിപ്പാൻ ഓരോരുത്തരെയും കൃപ നൽകണമേ. നാം ഈ ലോകത്ത് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇനി പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുവാനും സാധിക്കത്തില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്നിരിപ്പിനെന്ന ദൈവവചന പ്രകാരം കർത്താവെ, നമുക്ക് നീ തന്നതിൽ കർത്താവെ തൃപ്തികരമായി അടങ്ങിയിരിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകലത്തെയും നന്മയ്ക്കായി നടത്തുവാൻ കഴിവുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.